നമുക്ക് അല്ലാഹുവിന്റെ ദീൻ, അത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു തന്നതെങ്ങനെ, നമ്മുടെ ആലിമീങ്ങൾ വരച്ചു കാണിച്ചു തന്നതെങ്ങനെ, അത് മുറുകെ പിടിച്ച് ജീവിക്കണം കേട്ടോ. അത് നമുക്ക് നഷ്ടം വരൂല. നേരെ മറിച്ച് വിവരമില്ലാത്ത പുത്തൻവാദി ആയത്തോതി ഹദീതോതി പറയുമ്പോ ചേകനൂര് ഖുർആൻ നോക്കിയപ്പോ നിസ്കാരം 3 കണ്ടത്. 3 നേരത്തെ നിസ്കാരം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ചട്ടയമിലതിന്റെ പരസ്യമുണ്ട്. നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. അതാണ് അതിന്റെ പരസ്യം. എന്നിട്ട് നമസ്കാരം എപ്പോൾ, എത്ര, എങ്ങനെ ഖുർആൻ അനുസരിച്ച് പറഞ്ഞപ്പോ അയാൾ എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയൂന്ന് അത്തഹിയാത്ത് പറഞ്ഞാ കാഫിറായി പോകുന്നു. പിന്നെയോ സുബ്ഹി നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സൂര്യൻ ഉദിച്ചിട്ടാ നല്ലത്. മഗ്രിബും ദുഹൂറും നിസ്കരിച്ചാ നരകത്ത് കടക്കുന്നു. അയാൾ നോക്കിയ ഖുർആനാ. ഇങ്ങനെ എത്ര നമ്മുടെ പ്രായത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. സുഹൃത്തുക്കളെ, എന്റെ നാട്ടിലെ ഹാജിയാരുണ്ടായിരുന്നു, കുഞ്ഞബ്ദുള്ള ഹാജി. എന്നോട് ഒരു ദിവസം ചോദിച്ചു, ചേകനൂറിന് സമ്പാദത്തിന് വരുമോ നിങ്ങള്? ഞാൻ ചെറുതാ, സിറാജിലൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു റെഡി ചെയ്തു. ഉറപ്പാന്ന് ചോദിച്ചു. ഞാൻ ഉറപ്പാ, നിങ്ങൾ കൊണ്ടുപോകുന്നു, ഞാനായിക്കോളാം. എന്നോട് നിങ്ങളെങ്ങനെയാ അയാളോട് നേരിടാന്ന് ചോദിച്ചു. അത് നിങ്ങൾ കൊണ്ടുവരും, ഞാൻ കാണിച്ചു തരാന്ന്. ഞാൻ പറഞ്ഞു അയാളെന്താ വാദിക്കാന്ന് ചോദിച്ചു. നിസ്കാരം 3 വാദിക്കും. ആഹാ, അങ്ങനെയാ വാദിക്ക. എന്നാ ഞാൻ പറയും ഒറ്റയില്ല, ഒറ്റ നേരത്തെ നിസ്കാരം തെളിയിക്കാൻ കഴിയൂല. ഞാൻ അയാളോട് പറയും. അപ്പൊ എന്ത് ചെയ്യാ? ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണിച്ചു തരാൻ പറ്റും. ഖുർആനിൽ സലാത്ത് എന്നുള്ള വാചകയെ കാണിക്കാൻ പറ്റുള്ളൂ. ആ സലാത്ത് എന്ന് പറയുന്ന വാചകം അതിന് എത്ര അർത്ഥമുണ്ട് അല്ലേ? സലാത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന, അള്ളയും മലക്കുകളും സലാത്ത് നിർവഹിക്കുന്നു, നിസ്കരിക്കുന്നു എന്നർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്നാണോ അർത്ഥം? സലാത്ത് നിർവഹിച്ചോളൂ എന്നല്ലേ? അപ്പൊ സലാത്തിന് എത്ര അർത്ഥമുണ്ട്? അവിടെ ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ റുകൂഉം സുജൂദുമുള്ള ഒരു നേരത്തെ നിസ്കാരം പോയിട്ട് ഒരു റകഅത്ത് നിസ്കാരം തന്നെ ചേകനൂറിന് തെളിയിക്കാൻ കഴിയൂല. ഇനി അഥവാ അയാള് തെളിയിക്കുകയാണോ എന്നാ റസൂലുള്ള നിസ്കരിച്ചു എന്ന് പറയണം, സഹാബത്ത് നിസ്കരിച്ചു എന്ന് പറയണം, മുൻഗാമികൾ നിസ്കരിച്ചു എന്ന് പറയണം. അത് പറഞ്ഞാൽ 5 നേരം നിസ്കാരം ഫർളാക്കിയിട്ടല്ലാതെ ഒരു മഹാനും മുമ്പ് പഠിപ്പിച്ചിട്ടില്ല. മുൻഗാമികളെ വിട്ടാലേ, എന്റെ സ്വന്തം തന്നെ ഖുർആൻ നോക്കിയാലേ ഇസ്ലാം ഉണ്ടാവൂല, ഈമാൻ തെറ്റി അങ്ങ് ചത്തുപോകും. വളരെ ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഖുർആൻ നോക്കി 2010 ജൂലൈയിലെ അൽമനാർ മുജാഹിദിന്റെ മുഖപത്രം, അതിൽ ലേഖനം എഴുതിയ ഒരു മൗലവി എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയങ്ങളിലും തീരുമാനങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ആരാ പറഞ്ഞത്? മുജാഹിദിന്റെ മൗലവിയാണ്. മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ 2010 ജൂലൈ എടുത്തു നോക്കിക്കോ. ഇനി അഥവാ അതിൽ കണ്ടില്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്തോ, ഞാൻ കൊണ്ടുത്തരും. ഡേറ്റോ പേജോ തെറ്റിപ്പോയിട്ട് അതിനു വേണ്ടി അതാ സിന്ദാബാദ് വിളിക്കണ്ട. കൂത്തുപറമ്പെന്ന ദിവസം പ്രസംഗിക്കാണ്. ഞാൻ പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നാരായമ എന്ന വിശ്വാസക്കാരനാണെന്ന് നിങ്ങൾ അൽമനാർ 980 ജൂലൈയിൽ എഴുതിയിട്ടുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുജാഹിദ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ എഴുതിയിട്ടില്ല, കള്ളമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഫോട്ടോ കോപ്പി ഉണ്ട്, കാണിച്ചു തരാം. അവിടെ ഫോട്ടോ കോപ്പി എടുക്കൂല, ഒറിജിനൽ കാണണം. സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടുന്ന് ഒരു ടാക്സി കൂട്ടി എന്റെ വീട്ടിലേക്ക് പോയി. 10-30 കിലോമീറ്റർ ഉണ്ട്. പോയിട്ട് അതേ ടാക്സിയിൽ ഞാൻ അൽമനാറും എടുത്ത് തിരിച്ചു വന്നിട്ട് സദസ്സിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ജനങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിന്നു.
അയാള് മുജാഹിദായിട്ടില്ല, മുജാഹിദിൽ നിന്ന് രാജിവെച്ച് സുന്നി ആയിട്ടില്ല. പിന്നെന്താ ആയത്? അയാൾ ചേകനൂർ മൗലവിന്റെ കൂടെ പോയി ഇസ്ലാമെന്ന് പുറത്തു പോയി കേട്ടോ. ഇതൊക്കെ ഒരു 40 കൊല്ലത്തിനിടക്കുള്ള ചില അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു തരണം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹ് കനിഞ്ഞു നൽകുന്നതാണ് പ്രകാശം, വെളിച്ചം, ഈമാനിന്റെ വെളിച്ചം. അത് കിട്ടിയ നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതിനാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. മഹാന്മാരെ വഴി പിന്തുടർന്നുകൊണ്ടല്ലാതെ അത് കിട്ടൂല. ഏതെങ്കിലും പിഴച്ചവരെ കൂടെ പോയാൽ അത് കിട്ടൂല. ഇത് വളരെ സഗൗരവം എന്റെ യുവാക്കൾ മനസ്സിലാക്കണം, മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, മോമിനീകൾ മോമിനാത്തുകൾ മനസ്സിലാക്കണം. ആരെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തു. അതുകൊണ്ട് 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്താണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ഇമാമീങ്ങൾ രേഖപ്പെടുത്തി. സഹാബത്തിന്റെ കാലം മുതൽ 900ഓളം കൊല്ലമായി മദീനയിലും മക്കയിലും അത് തുടരുന്നുവെന്ന് ഇമാം സുയൂത്തി തങ്ങൾ ഹബീരിൽ ഫതാവയിൽ രേഖപ്പെടുത്തി. എന്നാൽ നമ്മളെ മകനങ്ങ് സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, മകള് വിട്ടാൽ, പുതിയ അപ്പള വിട്ടാൽ, എന്തിനായിരുന്നു സഹാബത്ത് ഭക്ഷണം കൊടുത്തത്? ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ. 7 ദിവസം മരിച്ച മയ്യിത്തിന് ഖബറിൽ ചോദ്യമുണ്ട്. ആ സമയത്ത് എളുപ്പം കിട്ടാനാണ്. ഫകാനൂ യസ്തഹിബൂന യുത്അമാനിൽ മയ്യിത്ത് 7 അയ്യാം. ഈ 7 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും നമ്മളെ മകൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവരെ ദർസിലോ കോളേജിലോ അതേ ഏത് സ്ഥാപനത്തിലോ പഠിച്ചു വന്നാൽ നമുക്ക് ഖബറിലൊരു ഇളവ് കിട്ടാൻ സഹാബത്ത് ചെയ്തതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൂല കേട്ടോ. സഹാബത്ത് ഖബറിന്റെ അടുക്കൽ പോയി ആള് മാറി മാറി നിന്നുകൊണ്ട് ഖുർആൻ ഓതി. അതേ ഇമാം സൂത്തി ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തിയില്ലേ, ശാഫി ഇമാം തങ്ങളെ അതാ മയ്യിത്തിന്റെ സമീപത്ത് എത്രയോ ശിഷ്യന്മാർ ഇന്ന് ഖുർആൻ ഓതിയില്ലേ. അങ്ങനെ ധാരാളം സംഭവങ്ങളില്ലേ. ഒരു യാസീൻ പോലും നമ്മളെ മക്കൾ ഓതൂല കേട്ടോ. ബാപ്പ മങ്കൂസ് മൗലിദ് ഓതിയത് കൊണ്ട് മുശ്രിക്കാണ്, കാഫിറാണ്. മുഹീദ്ദീൻ മാല ചൊല്ലിയത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്താണ്. ബാപ്പ നരകത്തിലാണെന്ന് വെച്ച് ഞാനെന്തിന് നരകത്തിൽ പോകണം? ഉമ്മ നരകത്തിലാണെന്ന് വെച്ച് ഞാനെന്തിന് നരകത്തിൽ പോകണം എന്ന് പറയുന്ന ഒരു മകനായി നമ്മുടെ മകനോ മകളോ അതപ്പതിച്ചു പോയാൽ നമ്മളെ കഠിനാധ്വാനം മുഴുവനും നഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ പ്രതീക്ഷ തകർന്നില്ലേ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള ഒരാളുടെ ക്ലാസ്സിലോ സ്ഥാപനത്തിലോ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഒരു മുഅ്മിനും അവരെ മക്കളെ ചേർക്കല്ല കേട്ടോ.